ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ UGC നെറ്റ് പേപ്പർ 1ലെ യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ടീച്ചിങ്, അതിൻ്റെ കൺസെപ്റ്റ്സ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വാട്ട് ഇസ് ടീച്ചിങ്. അപ്പോൾ എന്താണ് ടീച്ചിങ്? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോർമേഷൻ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നത് മാത്രമല്ല. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് ജസ്റ്റ് ഒന്ന് ലെക്ചർ എടുക്കുക മാത്രമല്ല. അതെന്താണ് അതിന് മുമ്പ് അതിലൊരു പ്ലാൻഡും സിസ്റ്റമാറ്റിക് ആൻഡ് പർപ്പസ്ഫുൾ ആയ ഒരു പ്രോസസ്സാണ് അല്ലേ അതെന്ന് പറയുന്നത്. എന്താണ് അതിൽ അവർ നേരത്തെ ഒരു ടീച്ചർ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഏത് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആർക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, എത്ര ടൈമാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്, ഇതെല്ലാം അവർ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് അല്ലേ. അതൊരു എന്താണ് അതിൽ ഇൻട്രൊഡക്ഷൻ കാണും, അതിലൊരു ജസ്റ്റ് പിന്നെ നമ്മൾ നോട്ട് പോകുമ്പോൾ അതിൽ കൺക്ലൂഷൻ കാണും. അപ്പം അങ്ങനെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ അതിലൊരു പർപ്പസ് കാണും. നമ്മളൊരു ടീച്ചിങ്, ഒരു ക്ലാസ് എടുക്കുന്നത്, അതിലൊരു ലക്ഷ്യം, നമുക്കതൊരു എയിമും കാണും. അതുവഴി എന്താണ് ലേണേറിന് ആ ക്ലാസ് കൊണ്ട് എന്തുണ്ടാവണം, ഒരു നോളജ് അക്വയർ ചെയ്യാൻ പറ്റണം, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം, അവർക്ക് ആറ്റിറ്റ്യൂഡ് ഷേപ്പ് ചെയ്യാൻ സാധിക്കണം, അവർക്ക് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കണം. അതുപോലല്ലാതെ ടീച്ചിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ജസ്റ്റ് അവർക്ക് ആ പഠിപ്പിച്ചത് ജസ്റ്റ് ഓർത്തിരിക്കുക മാത്രമല്ല. നാളെ ഒരു കാലത്ത് അവർക്കത് ആവശ്യമുള്ളപ്പോൾ അത് അവർക്ക് എന്താണ് ഉപകാരപ്പെടണം. അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനോ ഒക്കെ അവർക്ക് ആ ടീച്ചിങ്ങിൻ്റെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ടീച്ചിങ്. ടീച്ചിങ് ഈസ് എ ഫോം ഓഫ് interpersonal influence aimed at changing the behavior of another person. ഡെഫിനിഷൻ ബൈ NL ഗീച്ച്. അപ്പോൾ ഇത് UGC നെറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ഇവിടെ രണ്ട് വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് interpersonal ഇൻഫ്ലുവൻസും ബിഹേവിയറൽ ചേഞ്ചും. അപ്പോൾ എന്താണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർപേഴ്സണൽ ആക്ടിവിറ്റിയാണ്. ഇന്റർപേഴ്സണൽ രണ്ട് പേര് തമ്മിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു 2-way പ്രോസസ്സ് എന്ന് പറയാം അല്ലേ. അവിടെ എന്തൊരു ടീച്ചറും കാണും, ഒരു ലേണർ കാണും. അവർ തമ്മിലുള്ള ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ആണ് ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ എയിം എന്താണ്, ലക്ഷ്യം? അറ്റ് ചേഞ്ചിങ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ. ഒരു അനദർ പേഴ്സണിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കുക എന്നല്ല അല്ലേ. അപ്പോൾ ചേഞ്ച് ഉണ്ടാക്കുക എന്താണ്, അവരുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ തിങ്കിങ് എബിലിറ്റി കൂട്ടുക, അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കുക, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, അവർക്ക് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ബിഹേവിയർ ചേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഇപ്പം എപ്പോഴും നമുക്ക് കാണുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകളിലും അല്ലെ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള കുറേ ക്ലാസ്സസ് എപ്പോഴും നമ്മൾ നടക്കും അല്ലേ. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ വന്ന് പറയും, അമ്മ ടീച്ചർ എന്ന് പറഞ്ഞു വെള്ളം പൈപ്പ് സ്പീഡിൽ തുറന്നിടുമ്പോൾ അവർ പറയും വെള്ളം അത്രയും പാടില്ല, വെള്ളം കുറയ്ക്കണം. അപ്പോൾ എന്താണ് അവർ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്ന അവരുടെ തന്നെ ആ മനസ്സിൽ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്താണ് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയറിൽ, അവരുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ അത് മാറ്റുന്നു. അപ്പോൾ അവരിപ്പോഴേ ആ ഒരു എന്താണ് വാട്ടറിനെ കൺസർവേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അവർ കുഞ്ഞു സ്റ്റെപ്സ് അവരെടുക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് എന്താണ് ഒരു ബിഹേവിയറൽ ചേഞ്ചിൻ്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ടീച്ചിങ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. ടീച്ചിങ് ആസ് ആൻ ആർട്ട്. അപ്പോൾ ടീച്ചിങ് റിക്വയർസ് ക്രിയേറ്റിവിറ്റി. എന്തുകൊണ്ടാണ്? എവറി സ്റ്റുഡൻസ് ലേൺ ഡിഫറെൻ്റ്ലി അല്ലേ. പല സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ് ടീച്ചർ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻസ് ഡിഫിക്കൽട്ട് കൺസെപ്റ്റ്സ്. നമ്മൾ എന്തുകൊണ്ട് ചെറിയ സ്റ്റോറീസ്, ചെറിയ ഡയഗ്രാംസ്, ചെറിയ റിയൽ ലൈഫ് എക്സാമ്പിൾസ്, ഇപ്പോൾ ചില കീവേഡ്സ്, മെമ്മറി ടിപ്സ്, ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ച് എന്ത് ചെയ്യും, അവരൊരിക്കലും മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടീച്ചിങ്ങിന് എന്താണെന്ന് ഒരു കലയാണ്, ഒരു ആർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ടീച്ചിങ് ആസ് എ സയൻസ് അല്ലേ. ടീച്ചിങ് എന്താണ് നമ്മൾ ടീച്ചിങ് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്, തിയറീസ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് ടീച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് പറയാം, അതൊരു സയൻസ് ആണെന്നും പറയാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്.
ടീച്ചിങ് എന്താണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പർപ്പസ്ഫുൾ ആണ്. അതായത് എവറി ലെസൺ ഹാസ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് അല്ലേ. എല്ലാ ലെസനും ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മളിപ്പം എന്താണ് ഒരു മാനേജ്മെന്റ് കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് മാനേജ്മെന്റ് റിലേറ്റഡ്. അത് എന്തുകൊണ്ടാണ് നമ്മളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാനേജ് ചെയ്യാൻ നമ്മളൊരു കമ്പനിയെ മാനേജ് ചെയ്യാൻ പറ്റണം, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടപ്പോൾ നമ്മൾ എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഒരു സിലബസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ലക്ഷ്യമുള്ള ഈ എയിം അവിടെ ഒരു ഒബ്ജക്റ്റീവ് അവിടെ കാണും. അതുകൊണ്ട് തന്നെയാണ് ടീച്ചിങ് എന്തോ പറയുന്നത് പർപ്പസ്ഫുൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻട്രാക്റ്റീവ് ആണ് അല്ലേ. അവിടെ എന്താണ് ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇൻട്രാക്റ്റീവ് ഒരു നേരത്തെ നമ്മൾ പഠിച്ചു ടീച്ചിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചു. അതൊരു 2-way പ്രോസസ്സാണ് അല്ലേ. അവരൊരു ടീച്ചറും ഒരു ലേണറും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. അവർ ടീച്ചറും ലേണറും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തു, ഐഡിയാസ് ഡിസ്കസ് ചെയ്തു, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് അവർ ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ട്രാൻസ്ഫർ ചെയ്യാറ്. നെക്സ്റ്റ് ബ്രിങ്സ് ബിഹേവിയറൽ ചേഞ്ച്. നമ്മൾ ഇത് ഡെഫിനിഷനിൽ പഠിച്ചു. എന്താണ് ആ ടീച്ചിങ് കൊണ്ട് എന്താണ് ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടായിരിക്കണം. അതായത് ബിഹേവിയറൽ ചേഞ്ച് എന്താണ് നോളജ് ഇംപ്രൂവ് ചെയ്യണം, സ്കിൽസ് അല്ലേ, സ്കിൽസ് അവരുടെ പുതിയ സ്കിൽസ് അവർക്ക് വളർത്തിയെടുക്കണം, ആറ്റിറ്റ്യൂഡ്സ് എന്താണ് ഉണ്ടാക്കണം, ആൻഡ് വാല്യൂസും ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ബ്രിങ്സ് ബിഹേവിയറൽ ചേഞ്ച്. നാലാമത്തത് കണ്ടിന്യൂസ് ആണ് അല്ലേ. ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ. ത്രൂ റിവിഷൻ, നമ്മൾ പിന്നെ അസൈൻമെൻറ്റ്സ്, ഡിസ്കഷൻ ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇതുവഴി എന്താണ് ലേണിംഗ് ഒരു കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ ലൈഫിലും അങ്ങനെയാണ് അല്ലേ. ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഒരിക്കലും അതൊരു എന്താണ് എൻഡ് ഇല്ലാത്ത പ്രോസസ്സാണ്. നമ്മൾ ലൈഫ് ലോങ് ഫുള്ള് നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കണം. ഡെയിലി നമ്മളൊരു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ പുതിയ ഇൻഫോർമേഷൻസ് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ ലൈഫ് ജീവിതം ഫുൾ എന്താണ് പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പഠിക്കുകയാണ്. അതുകൊണ്ട് ലേണിംഗ് എന്താണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ ലേണർ സെൻറ്റർഡ് ആണ് അല്ലേ. ഒരു ടീച്ചിങ് എന്ന് വെച്ചാൽ ലേണർ സെൻറ്റർഡ് ആണ് അല്ലേ. മോഡേൺ ടീച്ചിങ് ഫോക്കസ് ഓൺ ലേണേഴ്സ്. സ്റ്റുഡൻസ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളജ് ത്രൂ പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻക്വയറി. പുതിയൊരു രീതി എന്ന് വെച്ചാൽ ലേണേഴ്സ് സെൻറ്ററിക്കണം. അവരാണ് എന്താണ് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം അത് എന്താണ് അവരെ സഹായിക്കും. അവർ കൂടുതൽ അത് എന്ത് ചെയ്യും, അവർ തന്നെ അതിന് വേണ്ടി എഫേർട്ട് ഇടുമ്പം അവരത് ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ് ലേണേഴ്സ് സെൻട്രിക് എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ബ്ലൂംസ് 3 ഡൊമൈൻസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതിൻ്റെ എന്താണ് 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ, ഒന്ന് അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്രിക് ഡൊമൈൻ. ഇതിന് ബ്ലൂംസ് 3 ഡൊമൈൻസ് എന്നും നമ്മൾ പറയാം, അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ടീച്ചിങ്ങിന് 3 ഒബ്ജക്റ്റീവ്? ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയും. അത് എപ്പോഴും നമ്മൾ ഈ പിക്ചർ നമ്മൾ എന്താണ് മനസ്സിലിരുത്തണം. അതായത് കോഗ്നിറ്റീവ് ഡൊമൈൻ നമ്മൾ എപ്പോഴും ഏതുമായിട്ടാണ് ഹെഡുമായിട്ടാണ് കമ്പയർ ചെയ്യണത്. അഫക്റ്റീവ് ഡൊമൈൻ നമ്മുടെ ഹാർട്ട്, സൈക്കോമോട്രിക് ഡൊമൈൻ നമ്മുടെ ഹാൻഡ്സുമായിട്ടാണ്. അതായത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ എന്ത് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, തിങ്കിങ് എബിലിറ്റി, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഇതൊക്കെയാണ് എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഫക്റ്റീവ് ഡൊമൈനിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇമോഷൻസ് ആൻഡ് വാല്യൂസ്, ഇതൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഏതിൽ, അഫക്റ്റീവ് ഡൊമൈനിൽ. സൈക്കോമോട്രിക് ഡൊമൈനിൽ എന്താണ് നമ്മുടെ ഫിസിക്കൽ സ്കിൽ, നമ്മൾ എന്താണ് ചെയ്തുള്ള പ്രാക്ടീസ്, നമ്മൾ ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുക അല്ലേ, അതൊക്കെ എന്താണ് നമ്മൾ പ്രാക്ടിക്കൽ സ്കിൽസ് ആവശ്യമുള്ളത്, അതിനെയാണ് സൈക്കോമോട്രിക് ഡൊമൈൻസ്. ഇതാണ് ഒരു ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുക, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്രിക് ഡൊമൈൻ. നമുക്ക് കോഗ്നിറ്റീവ് ഡൊമൈൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു റിലേറ്റഡ് ടു മൈൻഡ് ആണ് അല്ലേ നമ്മുടെ. അപ്പോൾ അവിടെ എന്താണ് നോളജാണ്. അവിടെ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അറിവ് നേടുക, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തിങ്കിങ് എബിലിറ്റി, നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഇതൊക്കെയാണ് എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ കിട്ടുന്നു നമുക്ക്, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മളെ സാധിക്കണം. അതിനാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ കൊണ്ട് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് ആ കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ളത്? ഒന്ന് റിമെമ്പറിങ് ബേസ് ആയിട്ടുള്ളത്, റിമെമ്പറിങ് ഫാക്ട്സ് അല്ലേ, നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഓർത്ത്
ഓർത്ത് വയ്ക്കുക. പിന്നെ ഉദാഹരണത്തിന് നമ്മൾ ആൽഫബറ്റ് പഠിക്കുക അല്ലേ, നമുക്കത് റീഡിങ്ങിനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആ ഫാക്ട്സ് ഒക്കെ നമ്മൾ എന്താ റിമെമ്പർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റ്സ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കുക. അപ്ലൈയിങ് ഫോർമുലാസ് അപ്ലൈ ചെയ്യുക. അനലൈസിങ് ഇൻഫോർമേഷൻസ്, ഇവാലുവേറ്റിംഗ് ആർഗ്യുമെന്റ്സ്, ക്രിയേറ്റിംഗ് ന്യൂ ഐഡിയാസ്. ഇങ്ങനത്തെയൊക്കെ ആണ് നമ്മൾ എന്ത് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനിലെ ആക്ടിവിറ്റീസ്. For example, the mathematics teacher explains quadratic equation. Students understand the formula and solve problems independently. This is cognitive learning. അല്ലേ, ആ ഒരു നമ്മൾ എന്താണ് ഒരു ടീച്ചർ നമുക്കൊരു ഒരു ഇക്വേഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ഇതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് അഫക്റ്റീവ് ഡൊമൈൻ. അല്ലേ, അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതെന്താണ് നമ്മുടെ ഫീലിങ്സ്, ഫോക്കസ് ഓൺ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ് ആൻഡ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പം കാർട്ടൂണിലൊക്കെ കാണില്ലേ, ഷെയറിങ് ഇസ് കെയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ അതെന്തുകൊണ്ടാണ് പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്. അത് എന്താണ്, അത് ഇമോഷണൽ ആയിട്ടാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ഇസ് കെയറിങ്. അപ്പോൾ അവർക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ. അപ്പോൾ അതൊക്കെയാണ് ഈ അഫക്റ്റീവ് ഡൊമൈൻ. അങ്ങനെ നമ്മൾ എന്താണ് നമ്മുടെ ഇമോഷൻസിനെ വാല്യൂസിനെ ഒക്കെ ബന്ധപ്പെടുത്തി നമ്മൾ എന്താണ് ഒരു എന്താണ് ടീച്ചിങ് നടത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതിനാണ് എന്തോ പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സൈക്കോമോട്രിക് ഡൊമൈൻ. ഇവിടെ എന്ന് വെച്ചാൽ ഓൺ ഫിസിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പെർഫോമൻസ് ആണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള പ്രാക്ടീസ്, നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ലാണ് അവിടെ സൈക്കോമോട്രിക് ഡൊമൈൻ. അതാണ് ഹാൻഡ്സ് യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ തന്നെ ഒരു ബി.എഡ് ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ എന്താണ് നമുക്കൊരു പ്രാക്ടിക്കൽ സ്കില്ല് അത് നമുക്ക് കിട്ടും അല്ലേ, അത് നമുക്ക് ഒരു ക്ലാസ് റൂമിൽ പോയി പഠിപ്പിക്കാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്താണ് അങ്ങനെ ചെയ്ത് നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കണം, എങ്ങനെ ബോർഡ് യൂസ് ചെയ്യണം, എങ്ങനെ നമ്മൾ പിള്ളേരെ മാനേജ് ചെയ്യണം, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രാക്ടിക്കൽ സ്കില്ല് വഴി നമുക്ക് കിട്ടും. ഇതാണ് എന്തോന്നു സൈക്കോമോട്രിക് ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു മെമ്മറി ടിക്ക് ഉണ്ട് അല്ലേ, ട്രിക്ക്, അതായത് ഹെഡ്, ഹാർട്ട്, ഹാൻഡ് അല്ലേ. ഈ ഹെഡ് എന്ന് പറയുന്നത് എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. പിന്നെ രണ്ടാമത്തത് അഫക്റ്റീവ് ഹാർട്ടുമായിട്ട് അല്ലേ, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ് അത് തന്നെ നമുക്ക് മനസ്സിലാവും. ഹാൻഡ് കാണുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് ഹാൻഡ്സ് കൊണ്ട് നമുക്ക് എന്താണ് ഉള്ളത്, ഹാൻഡ്സ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് അല്ലേ, നമ്മുടെ തിങ്കിങ് എബിലിറ്റി ആണ്. ഹാർട്ട് അതായത് അഫക്റ്റീവ്, അത് നമ്മുടെ ഫീലിങ്സ് ആണ്, അതവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹാൻഡ് സൈക്കോമോട്രിക്, നമ്മുടെ ഡൂയിങ്, നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ കമ്പയറിംഗ് ദ 3 ഡൊമൈൻ ആണ് അല്ലേ, ഇത് ബ്ലൂംസ് ടാക്സോണമി അല്ലെങ്കിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്, ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്രിക്. അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ നോളജ് വളർത്തണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് എന്താണ് അതിലൊരു ചേഞ്ച് ഉണ്ടാവണം, പിന്നെ സൈക്കോമോട്രിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇത് മൂന്നുമാണ് എന്താണ് ബ്ലൂംസ് ടാക്സോണമി അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ് കോഗ്നിറ്റീവ് അല്ലെ, ഹെഡുമായിട്ടാണ് എന്താണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഫോക്കസ് എന്താണ്, നോളജ് ആൻഡ് തിങ്കിങ് ആണ് അല്ലേ. അടുത്തത് അഫക്റ്റീവ് ഡൊമൈൻ്റെ ഫോക്കസ് എന്താണ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ആണ്. സൈക്കോമോട്രിക് ഡൊമൈൻ്റെ ലക്ഷ്യം എന്താണ്, ഫോക്കസ് പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. അപ്പോൾ എന്താണ് വേണ്ട കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഈ പിക്ചർ ഒരിക്കലും മറക്കരുത്, ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെഡുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നോളജും തിങ്കിങ്ങും റീസണിങ് സ്കില്ലാണ് അവിടെ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അഫക്റ്റീവ് ഡൊമൈനിൽ എന്താണ് നമ്മുടെ ഹാർട്ടുമായിട്ട് നമ്മുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത സൈക്കോമോട്രിക് ഡൊമൈൻ നമ്മുടെ ഹാർട്ടുമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവിടെ എന്താണ് നമ്മുടെ ഫിസിക്കൽ സ്കില്ലും പ്രാക്ടിക്കൽ പെർഫോമൻസും ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. ഒന്ന് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പോൾ ഈ മെമ്മറി ലെവലാണ് ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇവിടെ ഫോക്കസ് എന്താണ്, റീകോൾ ആൻഡ് മെമ്മറൈസേഷൻ. ജസ്റ്റ് നമ്മൾ എന്താണ് പഠിക്കുന്ന എല്ലാം മനസ്സിലാകും. ഒരു ഉദാഹരണം, ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു ഡെഫിനിഷൻ പഠിപ്പിച്ചു, അതെന്താണ് സ്റ്റുഡൻസ് അതുപോലെ കാണാതെ പഠിച്ച് പറയുവാണ് തിരിച്ച്. അതിന് എന്തോ പറയുന്നത്,
അതൊരു ലോവർ ലെവലാണ് അല്ലേ. അതിനെയാണ് എന്തോ പറയുന്നത്, റീകോൾ ആൻഡ് മെമ്മറൈസേഷൻ. ജസ്റ്റ് അവരെന്ത് ചെയ്യണം, ആ പഠിച്ചത് അങ്ങനെ ആ ഡെഫിനിഷൻ കാണാതെ പഠിച്ച്, അതൊന്നും മനസ്സിലാക്കുന്നില്ല, ജസ്റ്റ് കാണാതെ പഠിച്ച് അങ്ങ് പറയണം. അതാണ് മെമ്മറി ലെവൽ. അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ, ഒരു കുഞ്ഞു കുട്ടികൾ ABCD പഠിക്കുകയാണ്. അവർക്കറിയാവോ അത് എന്തിനാ പഠിക്കുന്നത്, അതുകൊണ്ട് നാളെ എന്താ പ്രയോജനം, ഒന്നും അവർക്കറിയില്ല. ജസ്റ്റ് നമ്മൾ പഠിക്കുന്നു ABCD, അവരത് കാണാതെ എന്നും റെപ്പറ്റീഷൻ ആയിട്ട് പറയുന്നു, അവരത് കാണാതെ പഠിക്കുന്നു. അതിനെയാണ്, അതും ഒരു നല്ലൊരു എക്സാമ്പിളാണ് മെമ്മറി ലെവൽ ലേണിംഗ്. അതൊരു ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അവിടെ എന്താണ്, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആ വേർഡിൽ തന്നെ ഉണ്ട്, മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണ്. അതൊരു മിഡിൽ ലെവലാണ്. അവിടെ ഫോക്കസ് ഓൺ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. അവിടെ കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കും അല്ലേ. ഒരു ലോ ആണെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ആ കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കി പഠിക്കുക. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു എന്താണ്, ഒരു ക്ലാസ്സിലെ ഒരു ടീച്ചർ നമ്മൾ എന്താണ് ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ലോ പഠിപ്പിക്കാൻ, അവരത് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റുഡൻസ് എന്താ അവരുടെ ഓൺ വേർഡ്സിലാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് എന്താന്ന് പറയാം, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് റിഫ്ലക്റ്റീവ് ലെവൽ. അതാണ് ഹയസ്റ്റ് ലെവൽ അല്ലേ. അവിടെ ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റീസണിങ് അല്ലേ. അവർ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് അവർ തന്നെ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു സബ്ജക്റ്റ് കൊടുക്കണം, അവർ തന്നെ അതിനെക്കുറിച്ച് പഠിച്ച് അവർ തന്നെ കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വ്യൂ പോയിന്റ്സ് അല്ലെ ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി പഠിച്ച് പറഞ്ഞ് ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് ഇട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇൻഫോർമേഷൻ എടുത്ത് അവർ തനിയെ തന്നെ എന്താണ് അതൊരു കൺക്ലൂഷനിൽ എത്തുവാണ്. അതാണ് എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇത് കൂടുതലും ഹയർ ഗ്രേഡ് കോളേജ് ലെവലിലുള്ള എന്താണ് കുട്ടികൾ അല്ലെങ്കിൽ ലേണേഴ്സ് ആണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പോൾ എന്താ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെമ്മറി ട്രിക്ക് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. MUR, അതായത് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അപ്പോൾ മെമ്മറി ലെവൽ നമ്മൾ പറഞ്ഞു ലോവസ്റ്റ് ലെവലാണ്. അവിടെ എന്താണ് ജസ്റ്റ് നമ്മൾ കാണാതല്ലേ റിമെമ്പറിങ് ഫാക്ട്സ്, ഡെഫിനിഷൻ, ഫോർമുലാസ്, നെയിംസ്, ഡേറ്റ്സ് അല്ലേ. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ ഡേറ്റ്സ് ഒക്കെ കാണാൻ പാടാം, ഇപ്പം എന്നും വായിക്കും മറക്കാതിരിക്കാൻ അല്ലേ. ആ ഡേറ്റ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ഒക്കെ, ഇതിനെയാണ് എന്താ പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെ ഇതിലെ കുറച്ച് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറയാം. ടീച്ചേഴ്സ് സെൻ്ററിക്കാണ് അല്ലേ. അവിടെ ടീച്ചേഴ്സാണ്, ലേണേഴ്സ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കും, അവരെന്ത് ചെയ്യും, അവർ ക്ലാസ് എടുക്കും, അവരതിനെക്കുറിച്ച് പറയും. ലേണേഴ്സ് ജസ്റ്റ് അതൊക്കെ എന്താണ് അവർ കേട്ടിരിക്കുകയാണ്. പാസീവ് ലേണിംഗ് അല്ലേ. അവിടെ ഒരു എന്താണ് പാസീവാണ്, സ്റ്റുഡൻസും അവിടെ വെറുതെ നിന്ന് അത് മഗ്ഗപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ റോട്ട് ലേണിംഗ് ഇതൊക്കെ ഈ വേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാമിൽ. റോട്ട് ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, കാണാതെ നമ്മൾ പഠിക്കുക, അതാണ് റോട്ട് ലേണിംഗ്. അതായത് പാസീവ്. അതുകൊണ്ട് അതാണ്. അപ്പോൾ ലേണേഴ്സ് ജസ്റ്റ് എന്താണ് അവരുടെ ഒരു ആക്ടിവിറ്റി, അവർ ആക്റ്റീവ് അല്ല, അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നു, അവർ അത് മനസ്സിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അടുത്തത് സ്യൂട്ടബിൾ ഫോർ ബിഗിനേഴ്സ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞു പിള്ളേർക്കൊക്കെ ബിഗിനേഴ്സ് ലെവലിൽ ഇതാണ്, കാരണം അവർക്ക് ഒന്നും അറിയത്തില്ലല്ലോ, നോളജ് അവർ അക്വയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയം എന്താണ് ഈ ഒരു മെമ്മറി ലെവൽ ലേണിംഗ് ആണ് അവർക്ക് ആ സമയം സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ മെമ്മറി ലെവൽ ഓഫ് ലേണിംഗ് ആരാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, അസോസിയേറ്റഡ് വിത്ത് എന്താണ് ഹെർബാർട്ട് ആണ് അല്ലേ. അതായത് അതിനു വേണ്ടി അത് അറിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ ഒരു ചെറിയുണ്ട്, ഹാർട്ട് സ്റ്റോഴ്സ് മെമ്മറീസ് അല്ലേ. ഹാർട്ട് സ്റ്റോഴ്സ് നമ്മുടെ മെമ്മറീസ്, ഹാർട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ഹെർബാർട്ട്. ആ ഒരു ചെറിയ ഒരു എന്താണ് ഈ മെമ്മറി ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പോയിന്റ്സ് എഴുതി വെക്കണം. ഈ ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് വളരെ യൂസ് ആയിരിക്കും. സോ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെമ്മറി ലെവലാണ്. ഒന്ന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ബിൽഡ് ദ ഫൗണ്ടേഷൻ ഓഫ് നോളജ് അല്ലേ. നോളജിൻ്റെ ഫൗണ്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. സ്റ്റുഡൻസ് ലേൺ ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കാൻ സാധിക്കും. പ്രിപ്പയർസ് ലേണർ ഫോർ ഹയർ ലെവലിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹയർ ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ്സ് റീകോൾ എബിലിറ്റി അല്ലേ. റീകോൾ ചെയ്ത് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചത് ഓർത്തെടുക്കാനുള്ള എബിലിറ്റി ഈ മെമ്മറി ലെവലിൽ കൂടും. പിന്നെ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ക്രിയേറ്റിവിറ്റി ഇല്ല, പ്രോബ്ലം സോൾവിങ്, ജസ്റ്റ് അവർക്ക് അത് എവിടെ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നോ ഒന്നും അവർ കാണാൻ പഠിക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇല്ല, അതുകൊണ്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ല, അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല, അവർക്ക് ലോജിക്കൽ റീസണിങ് സ്കില്ലും ഇല്ല. സോ നമ്മളൊരു കീ വേർഡ്സ് ഉണ്ട്, എന്താണ് മെമ്മറൈസ്, റീകോൾ, റീപ്രൊഡ്യൂസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ഏതാണ് ഈ വേർഡ്സ് മെമ്മറി ലെവൽ
ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത്. നെക്സ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് ഒരു മിഡിൽ ലെവലാണ്. ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് അതാണ് മോറിസൺ ആണ്. So at understanding level, students do not simply memorize. Instead, they understand concepts, establish relationships, explain ideas, and apply knowledge to different situations. അല്ലേ, അവരുടെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി അവർ ആ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് അത് വന്നത്, ഇപ്പോൾ ഡിമാൻഡ് സപ്ലൈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ആ ഒരു റൂൾസ് ഒക്കെ മനസ്സിലാക്കി അല്ലേ അവർ കറക്റ്റായിട്ട് പഠിക്കും. അതാകുമ്പോൾ എന്താണ്, അവർ ഒരിക്കലും അത് മറക്കത്തില്ല, അവർക്ക് അത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവർക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അതിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ കൺസെപ്ച്വൽ ലേണിംഗ് അല്ലേ, കൺസെപ്റ്റ്സ് അവർ മനസ്സിലാക്കിയാണ് അത് പഠിക്കുന്നത്. ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് അല്ലേ, സ്റ്റുഡൻസ് എപ്പോഴും എന്താണ് അതിൽ ആ ഒരു ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവർക്ക് എന്താണ് അത് ആ ഒരു ലോ അല്ലെങ്കിൽ ആ റൂൾസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവാൻ എപ്പോഴും എന്താണ് ഒരു ആഗ്രഹം കാണും. അവരത് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവർ എപ്പോഴും അത് എന്തുകൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കാൻ ഒരു ആഗ്രഹം കാണും. ആ ഒരു കൺസെപ്റ്റ്സ് എന്ത് ചെയ്യും അറിയാനുള്ള ഒരു അവർക്കൊരു എന്താ പറയുന്നത് ഒരു ആകാംക്ഷ എപ്പോഴും കാണും. പിന്നെ അത് വെച്ച് അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാവും. ഇതൊക്കെയാണ് എന്താണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പറയുന്നത്. പിന്നെ ടീച്ചർ ആസ് എ ഗൈഡ് അല്ലേ, ഇവിടെ ഒരു ടീച്ചർ എന്താണ് ഒരു ഗൈഡായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. സ്റ്റുഡൻസ് അവിടെ rather than towards understanding rather than simply delivering ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പകരം അവരവരെ ഗൈഡ് ചെയ്യുവാണ് ഇവിടെ ടീച്ചേഴ്സ് ചെയ്യാറ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് അല്ലേ, ഇവിടെ സ്റ്റുഡൻസ് എന്താ ഈ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ്ങിനോ ഒക്കെ ഇവരെന്ത് ചെയ്യും, ഈ പഠിച്ച അറിവ് എന്ത് ചെയ്യും അവർ അപ്ലൈ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് ആരാണ് ചെയ്തത്, മോറിസൺ ആണ് ഈ അസോസിയേറ്റ് ചെയ്തത്. അതിൽ നമുക്ക് പറയാം മോറിസൺ മേക്സ് മീനിങ് അല്ലേ, മീനിങ് അല്ലേ അണ്ടർസ്റ്റാൻഡിങ്. അതിനെ ഈ ഒരു വേർഡ്സ്, ഈ ഒരു ചെറിയ വേർഡ്സ്, ഈ ഒരു ട്രിക്ക് ഇതെല്ലാമാണ് നമ്മൾ എഴുതി വെച്ച് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ്. അഡ്വാൻറ്റേജസ് എന്താണ്, ഡെവലപ്പ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവും, ഇംപ്രൂവ്സ് റീസണിങ് എബിലിറ്റി ഉണ്ടാവും, എനേബിൾസ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് അല്ലേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ഉണ്ടാവും, ബിൽഡ് പ്രിപ്പയർ ഫോർ ഹയർ ഓർഡർ തിങ് അല്ലേ, ഹയർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ലെവലാണ്. ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൾദോ ദിസ് ലെവൽ ഡെവലപ്സ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസ് മേ സ്റ്റിൽ നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി അനലൈസ് കംപ്ലീറ്റ്ലി ന്യൂ സിറ്റുവേഷൻസ് അല്ലേ. പക്ഷെ അവർ എന്താണ് കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ ഇനിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് നെക്സ്റ്റ് ലെവലിൻ്റെ ആവശ്യം. ഏതാണ് നെക്സ്റ്റ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഇപ്പോൾ റിഫ്ലക്റ്റീവ് ലെവൽ ഇതാണ് ഹയസ്റ്റ് ലെവൽ. ഇത് ഏത് ആരുമായിട്ട് അസോസിയേറ്റഡ് വിത്ത് ഹണ്ട് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മളല്ലേ, ഒരു എക്സാമ്പിൾ നമ്മൾ വലിയ MBA ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് അവർ കേസ് സ്റ്റഡീസ് തരും, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ ഒരു എന്താണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് തരും അല്ലേ, ഡിബേറ്റ്സ് തരും, അപ്പോൾ എന്താണ് സെമിനാർസ് തരും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ എന്താണ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക. ഇതിനെയാണ് എന്താ പറയുന്നത് ക്രിട്ടിക്കൽ ലെവൽ അല്ലെ ഓഫ് തിങ്കിങ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇതിനെയാണ് എന്താ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജോബ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ജോബ്സ് എന്താണ് എടുക്കോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അപ്പം എന്താണ് സ്റ്റുഡൻസ് പല സ്ഥലത്ത് സെർച്ച് ചെയ്ത് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യുന്ന അവരൊരു കൺക്ലൂഷനിലെത്തും. ഇതും എന്താണ് ഒരു റിഫ്ലക്റ്റീവ് ലെവലിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താണ് ഹണ്ട് റിഫ്ലെക്സ് അല്ലേ, ഹണ്ട് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്. ജസ്റ്റ് ഒരു മെമ്മറി ട്രിക്കാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് അല്ലേ, എന്താണ് അത് സ്റ്റുഡൻസ് സെൻറ്ററിങ് അല്ലേ, സ്റ്റുഡൻസ് ആണ് ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് എന്താണ് ഒരു എന്താണ് സൊല്യൂഷനിൽ എത്തുന്നത്. പ്രോബ്ലം സോൾവിങ് അല്ലേ, പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. അവർ തന്നെ എന്താണ് ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ നടക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ, അവർ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എവിഡൻസ് ഒക്കെ ശേഖരിച്ച് അല്ലേ, അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എല്ലാം പഠിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഒരു സൊല്യൂഷനിൽ എത്തുന്നത്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അതുണ്ട്. ടീച്ചേഴ്സ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ, ഇതും പല പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും. അതായത് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ് അല്ലെ, ടീച്ചേഴ്സ് ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ ആരായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ. എന്താണ് അഡ്വാൻറ്റേജസ്, ഡെവലപ്സ് ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ എബിലിറ്റി,
improves creativity, strengthens decision making, solves real life problems, develops independent learners, prepares students for research. ലിമിറ്റേഷൻ എന്താണ്? അതിൽ എന്താണ് സ്കിൽഡ് ടീച്ചേഴ്സ് അല്ലേ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന നല്ല സ്കിൽഡ് ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സ്റ്റുഡൻസിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ, മോട്ടിവേറ്റ് ചെയ്താലേ അവർ വർക്ക് ചെയ്യും. ചിലവർ മടിച്ചൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇത് എന്താണ് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. നമ്മൾ ഒരു എക്സാമ്പിൾ വന്നു, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്തു പോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകം ടൈം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ തനിയെ തന്നെ നമ്മൾ എന്താണ് അവർ ഫൈൻഡ് ചെയ്യണം സൊല്യൂഷൻ. അപ്പോൾ അതെന്താണ് ടൈം ടേക്കിംഗ് ആണ്. ആൻഡ് ഇൻട്രാക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ് ഇൻട്രാക്റ്റീവ്. അപ്പം എന്താണ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. So therefore it is generally used in higher education rather than പ്രൈമറി ക്ലാസ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് പ്രൈമറി ക്ലാസ്സിൽ യൂസ് ചെയ്യത്തില്ല, അതെവിടെയാണ് ഹയർ എഡ്യൂക്കേഷൻസാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് കീവേഡ്സ് ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്, റിസർച്ച്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയാം, അത് ഏതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയാം, റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയാം. So here we are comparing the 3 levels of teaching അല്ലേ. എന്താണ് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവലാണ്. അപ്പോൾ മെമ്മറി ലെവൽ ആരാണ്, ഏത് സൈക്കോളജിസ്റ്റാണ് ഡെവലപ്പ് ചെയ്ത, ഹെർബാർട്ട് ആണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റീകോൾ ആൻഡ് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ് ആണ്. അവിടെ റോൾ ഓഫ് ടീച്ചർ എന്താണ്, അവർ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ടർ മാത്രമാണ്. അവിടെ സ്റ്റുഡൻസിൻ്റെ റോൾ എന്താണ്, പാസീവ് ലേണർ ആണ് അല്ലേ. അടുത്ത അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്താണ്, അത് സൈക്കോളജിസ്റ്റ് മോറിസൺ ആണ്. അവിടെ ഫോക്കസ് എന്താണ്, കൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. അവിടെ ടീച്ചറിൻ്റെ റോൾ എന്താണ്, ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ലേണേഴ്സ് എന്താണ്, ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. നെക്സ്റ്റ് റിഫ്ലക്റ്റീവ് ലെവൽ ഏത് സൈക്കോളജിസ്റ്റ് ആണ്, ഹണ്ട് ആണ്. അതിൻ്റെ ഫോക്കസ് എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ്. അതിൻ്റെ റോൾ ഓഫ് ടീച്ചർ ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ആണ്. അവിടെ സ്റ്റുഡൻസിൻ്റെ റോൾ എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഒരു മെമ്മറി ട്രിക്ക്, ഇതിനെ നമ്മൾ എന്താണ് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ലെവൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു മെമ്മറി ട്രിക്ക് യൂസ് ചെയ്ത് മനസ്സിലാക്കണം അല്ലേ. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്താണ്, ഹെർബാർട്ട് ആണ്. അവിടെ എന്താണ് റീകോൾ, റീപ്രൊഡ്യൂസ് ആൻഡ് റിമെമ്പർ ആണ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ആരാണ് അത് ഇത് ചെയ്തത്, മോറിസൺ ആണ് ആ സൈക്കോളജിസ്റ്റ്. അവിടെ എന്താണ് മീനിങ്, കൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഹണ്ട് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ. അവിടെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കില്ലും റിസർച്ച് എബിലിറ്റിയും ആണ് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് 3 ലെവൽസ് ഓഫ് ടീച്ചിങ്. അപ്പം ക്വിക്കായിട്ട് നമ്മൾ എന്തൊക്കെ നോക്കി നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ അല്ലേ. നമ്മൾ ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞാൽ, അത് ഇൻ്റർപേഴ്സണൽ ആക്ടിവിറ്റി ആണ്. അതിൻ്റെ എയിം എന്താണ്, ബിഹേവിയർ ചേഞ്ച് ആണ്. പിന്നെ പഠിച്ചു ബോത്ത് ആൻ ആർട്ട് ആൻഡ് എ സയൻസ് അല്ലേ. അവിടെ ഒരു ആർട്ടുമാണ് ടീച്ചിങ്, ഒരു ആർട്ടുമാണ്, അതൊരു സയൻസുമാണെന്ന് പറഞ്ഞു. പിന്നെ 3 ഡൊമൈൻസ് അല്ലേ നമ്മൾ പഠിച്ചു. എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്രിക് ഡൊമൈൻ. കോഗ്നിറ്റീവ് എന്താണ്, നമ്മൾ ഹെഡുമായിട്ടാണ് അല്ലേ ഇൻഫോർമേഷനൊക്കെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, റീകളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ പറയുന്നത്. അഫക്റ്റീവ് ഡൊമൈൻ എന്താണ്, ഹാർട്ട്, നമ്മുടെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ്, ഇതൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ എന്താ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അടുത്ത് കഴിഞ്ഞ് സൈക്കോമോട്രിക് ഡൊമൈൻ ഹാൻഡ് അല്ലെ, നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി, നമ്മുടെ എന്താണ് പ്രാക്ടിക്കൽ സ്കിൽസുമാണ് ഈ സൈക്കോമോട്രിക് ഡൊമൈനിൽ പറയുന്നത്. അടുത്തത് 3 ലെവൽ ഓഫ് ടീച്ചിങ് അല്ലേ. എന്താണ്, ഒന്ന് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. മെമ്മറി ലെവൽ ഹെർബാർട്ട്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ മോറിസൺ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ ബൈ ഹണ്ടാണ്. അല്ലെ മെമ്മറി ലെവൽ എന്താണ്, നമ്മൾ റീകോളിങ് ഫാക്ട്സും ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് എന്താണ് മനസ്സിലാക്കുക, ജസ്റ്റ് മഗപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫാക്ട്സും ഇൻഫോർമേഷനും ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കുക എന്നാണ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന കൺസെപ്റ്റ്സ് ബേസ്ഡ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. റിഫ്ലക്റ്റീവ് എന്താണ്, നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മളത് റിയൽ സിറ്റുവേഷനിൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ഒരു ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഇസ് ഹൈയസ്റ്റ് അല്ലേ. അവിടെ ടീച്ചർ ബിക്കം എ ഫെസിലിറ്റേറ്റർ, ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റുഡൻസ് ബിക്കം ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അവിടെ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ആൻഡ് പ്രോബ്ലം സോൾവേഴ്സ് ആണ് ഇവർ ചെയ്യുന്നത് അല്ലേ. അവർ ഈ ക്രിട്ടിക്കൽ തിങ്കേഴ്സിന് എന്താ റിഫ്ലക്റ്റീവ് ലെവൽ ലേണേഴ്സിന് എന്താണ് ക്രിട്ടിക്കൽ തിങ്കേഴ്സും അവർ പ്രോബ്ലം സോൾവേഴ്സും ആണ്. പിന്നെ ഗുഡ് ടീച്ചിങ് എന്താണ്, ഗുഡ് ടീച്ചിങ് എന്തായിരിക്കണം, ഒരു പർപ്പസ്ഫുൾ ഉണ്ടായിരിക്കണം, അതൊരു ഇൻട്രാക്റ്റീവ് ആയിരിക്കണം, കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം,
അവിടെ ലേണർ സെൻട്രിക് ആയിരിക്കണം. ബ്രിങ് ബിഹേവിയറൽ ചേഞ്ച്. ഇതൊരു ബിഹേവിയർ ചേഞ്ച് എന്ന വേർഡ് ടീച്ചിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിഹേവിയർ ചേഞ്ച് അവർ നമ്മൾ ഉണ്ടായിരിക്കണം ഒരു ടീച്ചിങ്ങിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്. Clear concepts for smarter studies. Thank you for watching. See you in next class.